ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1643 ദിവസമായി ഇന്ന് 2025 നവംബർ മാസം 13 വ്യാഴാഴ്ച, 1201 ആണ്ട് തുലാമാസം 27 ഗുരുവചനങ്ങളിലൂടെ. ലോകത്തിനു വേണ്ടി യത്നിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വിദൂര സാദൃശ്യങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ 6ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സ്വച്ഛമായ ഈ ഉൾക്കാഴ്ചയുടെ നിഷ്കളങ്കതയോടുകൂടിയാണ് നാരായണ ഗുരു ഒരിക്കൽ തൻ്റെ ഒരു മുഹമ്മദീയനായ ആരാധകനോട് തമാശയായിട്ടെന്ന വണ്ണം പറഞ്ഞത്, ഇസ്ലാമിലെ ദൈവത്തിൻ്റെ പേരായ അള്ളാഹു മലയാളത്തിലെയും തമിഴിലെയും അല്ലയും തമ്മിൽ അടുപ്പമുണ്ടായിരിക്കണമെന്ന്. താൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വ്യക്തമാക്കാനായി ഗുരു വീണ്ടും പറഞ്ഞു, ദൈവം കാണാവുന്നവനല്ല, കാണപ്പെടുന്നതിനൊക്കെ അതീതനാണ് അള്ളാഹ് എന്നതിലും അല്ല എന്നതിലും ഗുരു കണ്ട അർത്ഥസാമ്യത ഇതാണ്. പുരാതന സെമസ്റ്റിക് ജനതകളുടെ ഇടയിൽ പരമകാരുണികനായ ദൈവം ഇതേ ജ്ഞാനവചസ്സിനാലായിരിക്കും അറിയപ്പെട്ടിരുന്നത്. ആ പ്രാചീന ഭാഷയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത് ഇസ്ലാം അതിനെ സംരക്ഷിക്കുന്നതാവാം. ഇത്തരമൊരു വ്യാഖ്യാനം ഇസ്ലാമിക ചരിത്രകാരന്മാർക്ക് സ്വീകാര്യമല്ലാതാകുമോ എന്ന് ഗുരു തൻ്റെ ആരാധകനായ ഇസ്ലാം സുഹൃത്തിനോട് ചോദിക്കുകയും ചെയ്തു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന് വഴി കാണുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. കാരണം ബഹുദൈവ വിശ്വാസപരവും വിഗ്രഹാരാധനാപരവുമായ പ്രവണതകൾക്കെല്ലാം അതീതമായ, ആരാധ്യനായി മറ്റൊരുവനില്ലാത്ത അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്ന ഇസ്ലാം മതത്തിൻ്റെ സവിശേഷതകൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ വ്യാഖ്യാനം സാധ്യമാണെന്ന് മാത്രമല്ല, ഏതാണ്ട് സംഭവ്യവുമാണ്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരൻ.